ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. കൊല്ലം റൈനോയിൽ നിന്ന് പ്രശാന്താണ്. അപ്പം നമ്മുടെ കാർസ് ആൻഡ് ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇതിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ക്വിഡ് AMTയുടെ ഒരു വീഡിയോ ചെയ്യാനാണ്. നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. ക്വിഡ് AMT ലാഗ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നതോ അല്ലെങ്കിൽ മൈലേജ് ഇഷ്യൂസ് ഫീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ടുള്ള, അതായത് ഡ്രൈവിംഗ് ഡിപ്പെൻഡ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ക്വിഡിൽ, അതായത് നമ്മൾ ക്വിഡിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ AMTയും CVT ആണ്. അപ്പോൾ CVT നമുക്ക് കൈകളിലേ വരത്തുള്ളൂ. AMT വരുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷനാണ്. ഇപ്പോൾ ലേഡീസിനും നമുക്ക് ജെൻസിനൊക്കെ ഡ്രൈവ് ചെയ്യാനും കൂടുതൽ മൈലേജ് കാര്യങ്ങളും മെയിൻ്റനൻസ് കോസ്റ്റ് ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ഏറ്റവും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ഡ്രൈവിങ് ചെയ്യാൻ, അതായത് എളുപ്പത്തിൽ വണ്ടി ഡ്രൈവ് ചെയ്യാനാണെങ്കിലും നല്ല തിരക്ക് ഉള്ള ഭാഗങ്ങളിലൂടെ ഒക്കെ എടുത്ത് പോകാനാണെങ്കിലും കുറച്ച് കംഫർട്ടാണ്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രൈസ് റേഞ്ച് നോക്കുവാണെങ്കിൽ ഒരു ഏകദേശം 544,500 ആ ഒരു റേഞ്ചിൽ നമുക്ക് എക്സ്ഷോറൂം പ്രൈസും 659 സംതിങ്, അതായത് 660 നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ ഈ വണ്ടി എടുക്കാൻ സാധിക്കും. ഇപ്പം മറ്റ് ഓട്ടോമാറ്റിക് വാഹനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ AMT ഗിയർ ബോക്സിന് നമ്മുടെ എപ്പോഴും മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ മൈലേജ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഡ്രൈവിലേക്ക് പോകാം. വണ്ടി ഓൾറെഡി സ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്രേക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കാലമർത്തിയതിന് ശേഷം നോബിലേക്ക് ഡ്രൈവ് മോഡിലിടുക. അപ്പോൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തതിന് ശേഷം ഇതൊരു നമ്മുടെ ഒരു ഓവർ ബ്രിഡ്ജാണ്. ബ്രേക്കിൽ എടുക്കുമ്പോൾ തന്നെ വണ്ടി മൂവ് ആവുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് ഒന്ന് കാല് കൊടുക്കുക, നോർമലി വണ്ടി മൂവ് ആവും. ഓട്ടോമാറ്റിക്സ് നമ്മുടെ സെൻട്രൽ ലോക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കാല് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഷിഫ്റ്റ് ആവുന്നുണ്ട്. AMT ആണല്ലോ. അപ്പോൾ വണ്ടി മൂവ് ആയതിന് ശേഷം കണ്ടോ, ഇതിനകത്ത് ഇവിടെ ലാഗോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം ഇപ്പം ലേഡീസിനാണെങ്കിലും ജെൻസിനാണെങ്കിലും സിമ്പിളായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് ലാഗ്, അതായത് ഇപ്പം CVTയുടെ ആവശ്യമില്ല ഈ ഒരു സെഗ്മെൻറ്റ്. ഇതൊരു ഹാഷ് ബാക്ക് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഡ്രൈവ് ചെയ്യാനും നമുക്ക് ഓവർടേക്ക് ചെയ്യുന്നതിന് ഇഷ്യൂസ് ഒന്നും ഇതിനകത്ത് വരുന്നതുമില്ല. ഓക്കെ, നമുക്ക് മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഞാനൊന്ന് ട്രിപ്പ് ചെയ്യാണ്. അപ്പം ടോപ്പ് മൈലേജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ട്രിപ്പ് ഇട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 20-ന് മേളിൽ മൈലേജ് കിട്ടുന്നുണ്ട്. നോർമലി നമുക്ക് ഇതിൽ കാണാം, മൈലേജ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നമുക്ക് നോർമലി ഡ്രൈവ് ഡിപ്പെൻഡ് ആണ്. കുറച്ച് നല്ല ലോങ് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഏകദേശം 23-24 മൈലേജ് വരെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഡ്രൈവിങ് നമ്മുടെ മൈലേജ് ആയിട്ട് ഇഷ്യൂ ആയിട്ടുള്ള ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിയാൽ മതി. ഈ ഒരു മെത്തേഡ് ഡ്രൈവ് മെത്തേഡ് കറക്റ്റായിട്ടുള്ള ഡ്രൈവിംഗ്, വെറുതെ നമ്മളിപ്പം ഒരുപാട് ആക്സിലേറ്റർ ഒക്കെ കൊടുക്കാതെ വളരെ കൂളായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ടോപ്പ് മൈലേജ് നമുക്ക് കിട്ടും. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.